ദേണ്ടേ കണ്ടാലൊരു ടാർപ്പ ഷെഡ് എന്നേ തോന്നൂ. ഊണ് കാലായാൽ ഇവിടുത്തെ തിരക്കൊന്ന് നിങ്ങൾ കാണണം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോഴത്തേനും ഉണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ വിചാരിച്ചെങ്കിൽ ഓക്കെ സ്വന്തമായിട്ട് ചെയ്യാം. സ്പെഷ്യലായിട്ട് ഫിഷ് ഐറ്റം ഉണ്ടാവും. അത് ഓരോ ദിവസം നമുക്ക് അവൈലബിൾ ആവുന്ന ഫിഷസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. തിലാപ്പിയ പൊരിച്ചതും കക്കയിറച്ചിയും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് ഒരു കുടുംബത്തിൻ്റെ വീട്ടിലെ അസലൂണ്. ഓടി നടന്നാണ് ഇവർ ഊണ് വിളമ്പുന്നതും. സഹായിക്കാനായിട്ട് മകനും ഒപ്പമുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ സനിയുന്നുണ്ടോ പരിപാടി? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി കൊട്ടാരവളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. കൽപ്പകവാടിയൊക്കെ അടുത്ത്. ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കുടുംബം മുന്നോട്ട് നയിക്കുന്ന ഒരു വീട്ടിലൂണുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഷെഡിനകത്താണ് പരിപാടി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഊണ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ഊണിൻ്റെ രുചിക്കാഴ്ചകൾ കാണാം. നമ്മൾ ഇതിപ്പം തുടങ്ങിയിട്ട് എത്ര നാളായി? 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞു. ചേച്ചി എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? കോർബോർഡിൽ. അപ്പോൾ എങ്ങനെയാ, കോവിഡിൻ്റെ ആ ഒരു സമയമായോ? സെക്കൻഡ് ബേബി വന്നതിന് ശേഷം പിന്നെ പോകാൻ പറ്റിയില്ല, അങ്ങനെ വിട്ടു. പിന്നെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോഴത്തേനും ഉണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ വിചാരിച്ചെങ്കിൽ ഓക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 2.5 വർഷമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ? അത്യാവശ്യം നമുക്ക് ഊണിന് ആൾക്കാരുണ്ടാവും വീടിന് ഫ്രണ്ടിൽ. ആരൊക്കെയുണ്ട് സഹായത്തിന്? ആരൊക്കെയുണ്ട്? ചേട്ടന്റെ വൈഫ് മീൻസ് ചേട്ടത്തി ഉണ്ട്, ചേട്ടനുണ്ടാവും ആക്റ്റീവായിട്ടല്ലേ? മോനുണ്ടാവും. പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ആ ചേച്ചി ഇപ്പൊ ഹസ്ബൻഡിന്റെ കണ്ണ് ഓപ്പറേഷൻ ആയിട്ട് പോയേക്കുന്നു. അപ്പൊ എല്ലാരും കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഊണ് അങ്ങ് നന്നായിട്ട് ചെലവാകുന്നുണ്ട്. ഊണിന് ആവശ്യക്കാരും ഉണ്ടല്ലേ? നമ്മൾ കൃത്യമായിട്ട് നിൽക്കുന്ന സ്ഥലം കൊട്ടാരവളമാണ്. തോട്ടപ്പള്ളി കൊട്ടാരവളം അല്ലേ? നമ്മുടെ ഊണിന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? അച്ചാറും ദിവസം ഉണ്ടാവും. എല്ലാം മാറി മാറി വരും. അച്ചാറ്, ചമ്മന്തി, തോരൻ, അവിയൽ, അങ്ങനെ എല്ലാം ഡെയിലി മാറിക്കൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഉണ്ടാവും. 3-4-5 പപ്പടം മാത്രം സ്ഥിരം ഉണ്ടാവും. ചേച്ചി ക്യാമറയ്ക്ക് മുമ്പിലൊന്നും വന്ന് ഇങ്ങനെ സംസാരിക്കാത്ത ആളാണ്. അപ്പൊ എൻ്റെ ഒരു ആവശ്യപ്രകാരം മാത്രമാണ് ചേച്ചി ഇപ്പം ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് മുമ്പിൽ തന്നെ നിൽക്കുന്നത്. അപ്പം ചേച്ചിയുടെ ഒരു കുഞ്ഞു സംരംഭമാണ്. നല്ല വൃത്തിയോട് കൂടിയാണ്. ചെറിയ സൗകര്യമാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട് അല്ലേ ചേച്ചി? സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഉണ്ടാവും? സ്പെഷ്യലായിട്ട് ഫിഷ് ഐറ്റം ഉണ്ടാവും. അത് ഓരോ ദിവസം നമുക്ക് അവൈലബിൾ ആവുന്ന ഫിഷസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇന്നിപ്പോ തിലോപ്പിയൊക്കെ ഉണ്ടല്ലേ? തിലോപ്പിയ ഉണ്ടാവും, കണ്ണിയിലുണ്ട്, തിരിയാനുണ്ട്, മത്തി ഉണ്ടാവും, കാർഷി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡെയിലി കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ അങ്ങനെ ഇന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഊണ്. ആ ഊണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇഷ്ടമാണ്. ഇതുവഴിയുള്ള ട്രാവലിംഗിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു വണ്ടി ഈ ഡെലിവറി ചെയ്യാൻ പോകുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി നിർത്തി സ്ഥിരമായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്കുള്ളതെന്ന് പറയുമ്പോൾ കക്കയിറച്ചി ഉണ്ട്, സിലോപ്പിയുണ്ട്, കണ്ണേലുണ്ട്, തിരിയാനുണ്ട്, മത്തിയുണ്ട്. ഇതാണ് നമ്മളുടെ ഊണ്. സ്പെഷ്യലായിട്ട് തിലോപ്പിയുണ്ട്, അതുപോലെ തന്നെ മത്തി, അയില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വീടിന് ഫ്രണ്ടിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന ഉച്ചയൂണാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവഴി ഒന്ന് ഇറങ്ങിയാണ്. അപ്പോഴാണ് ഇവരെ കാണാനിടയായത്. അപ്പോൾ അവരുടെ വീഡിയോ ഒരെണ്ണം നിങ്ങൾക്കായിട്ട് ചെയ്യുകയാണ്. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട. ഇത് കൊട്ടാരവളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തോട്ടപ്പള്ളിയിൽ. മീൻകറി, ചൂട് ചോറിൻ്റെ മണ്ടയ്ക്കോട്ട് മീൻകറി ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. മത്തിക്കറി, സാമ്പാർ ഉണ്ടാവും ഒഴിക്കാൻ. ഞാനിപ്പോൾ എന്തായാലും മീൻ കറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരൊപ്പം ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ പരിപാടിയിലാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടില്ല. ചേച്ചിയും ചേട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് മസാലക്കറി. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതിനിടെ മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ചാരിച്ചിട്ടുള്ള കപ്പ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി മുളക് ചമ്മന്തി. പിന്നെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുമ്പം അയില വറുത്തമുണ്ട്, മത്തി വറുത്തമുണ്ട്, തിലോപ്പിയ വറുത്തമുണ്ട്. അങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. അതിലേക്ക് സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ മത്തി. ഒരു മാങ്ങ ഉള്ളായിരുന്നു, ആ മാങ്ങ എനിക്ക് തന്നു. സ്ഥലം മറന്നുകൊണ്ട.
ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി കൽപ്പകവാടിയൊക്കെ ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊട്ടാരവളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് NH തന്നെ കാണാം. ചെറിയ ഷെഡിനകത്ത് കുഞ്ഞൊരു ചൂടാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹരിപ്പാടുകാരൊക്കെ തോട്ടപ്പള്ളിക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. മറ്റൊരു കാഴ്ചയുടെ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.